ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് റൂമറുകൾ പുറത്തേക്ക് വന്ന ഒരു ദിവസമാണ് ഇന്ന്. മാത്രമല്ല, ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം നടക്കുകയും ചെയ്തിരുന്നു. പ്രബീർ ദാസ് കേരള ബ്ലാസ്റ്റേഴ്സിനോട് വിട പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മാർക്കസ് മെർഗുലാവ പുതിയതായി കൊണ്ട് ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഡിഫൻഡറെ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. പേര് എന്നോട് ചോദിക്കരുത് എന്നാണ് മാർക്കസ് മെർഗുലാവ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ്: ഒരു ഡൊമസ്റ്റിക് ഡിഫൻഡറെ അഥവാ ഒരു ഇന്ത്യൻ ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുണ്ട്. അതൊരു മൾട്ടി ഇയർ ഡീലാണ് എന്ന് പറയുമ്പോൾ 2 അതിലധികമോ വർഷത്തേക്കുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഈ സീസണിൽ അദ്ദേഹത്തിന് ജോയിൻ ചെയ്യാൻ കഴിയില്ല. അടുത്ത സീസണിൽ മാത്രമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ജോയിൻ ചെയ്യുക. കാരണം അദ്ദേഹത്തിന്റെ ക്ലബ്ബുമായി നിലവിൽ ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, അത് അവസാനിക്കേണ്ടതുണ്ട്. ആ താരത്തിന്റെ പേര് നിങ്ങൾ എന്നോട് ചോദിക്കരുത്. അതുപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസിനെ എന്നെ കുറ്റപ്പെടുത്തുകയും ചെയ്തരുത്. അതുപോലെ തന്നെ ഒരു ക്ലൂ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഒരു നെയ്ബറിംഗ് ക്ലബിൽ നിന്നാണ് അദ്ദേഹം വരുന്നത്. അതായത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അയൽക്കാരായ ക്ലബിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ചെന്നൈയിൻ FC അല്ലെങ്കിൽ ബംഗളൂരു FC എന്നിങ്ങനെയാണ് സാധ്യതകൾ വരുന്നത്. ഏതായാലും ആ താരം ആരാണ് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായിട്ടില്ല. ഒരുപാട് റൂമറുകൾ ഉണ്ട്. പക്ഷെ ഒരു ഡിഫൻഡർ ആണ്, അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നെയ്ബറിംഗ് ക്ലബ്ബാണ് എന്ന ഒരു ക്ലൂ ആണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഏതായാലും അടുത്ത സീസണിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ഡിഫൻഡറെ ലഭിക്കുക. പക്ഷെ ജനുവരിയിൽ തന്നെ കൂടുതൽ താരങ്ങളെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.